9ാം ക്ലാസ്സിലെ JRC B ലെവൽ എക്സാമിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ JRC B ലെവൽ എക്സാമിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾ തീർച്ചയായും JRC B ലെവൽ എക്സാമിന് ഫുൾ മാർക്കും വാങ്ങാൻ സാധിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, റെഡ് ക്രോസ് ദിനം എന്നാണ്? റെഡ് ക്രോസ് ദിനം മെയ് 8 ആണ്. മെയ് 8 ആണ് ഇതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ്? ഗവർണർ ആണ് സംസ്ഥാന റെഡ് ക്രോസ് പ്രസിഡന്റ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യഹൃദയത്തിന് എത്ര അറകൾ ഉണ്ട്? മനുഷ്യഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയെല്ലുകൾ ഉണ്ട്? ഇതിൻ്റെ ആൻസർ 12 ജോഡിയാണ്. 12 ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ലോക ക്യാൻസർ ദിനം എപ്പോഴാണ്? ലോക ക്യാൻസർ ദിനം? ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വളണ്ടിയറായി പ്രവർത്തിച്ചത്? ഉത്തരം, ബോവർ യുദ്ധത്തിലാണ് ഗാന്ധിജി റെഡ് ക്രോസിൻ്റെ വളണ്ടിയറായി പ്രവർത്തിച്ചത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത്? ഉത്തരം, സ്ട്രക്ചർ വാഹകനായാണ് ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിച്ചത്. ഒമ്പതാമത്തെ ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ, ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ, JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ഉത്തരം കൗൺസിലർ എന്നാണ് JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ വിളിക്കുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഇതിൻ്റെ ആൻസർ സ്വിറ്റ്സർലൻഡിലാണ് അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. 12ാമത്തെ ചോദ്യം, അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ, ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവാണ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ചോദ്യം, ട്രാഫിക് അടയാളങ്ങളെ എത്രയായി തരംതിരിക്കുന്നു? ട്രാഫിക് അടയാളങ്ങളെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇതിൻ്റെ ആൻസർ തിയോഡർ മൗനേയർ ആണ് ഐവർ സംഘത്തിൻ്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, റെഡ് ക്രോസ് സ്ഥാപകൻ്റെ മാതാവിൻ്റെ പേര് എന്താണ്? അതായത് ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ മാതാവിൻ്റെ പേര് അൻഡൈനെറ്റ എന്നാണ് ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ മാതാവിൻ്റെ പേര്. 16ാമത്തെ ചോദ്യം, 1901 ഡ്യൂനന്റിനൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത് ആരാണ്? ഉത്തരം, ഫെഡറിക് പാസിയാണ് 1901 ഡ്യൂനന്റിനൊപ്പം നോബൽ സമ്മാനം പങ്കിട്ടത്. അടുത്ത ചോദ്യം, തലയോട് എത്ര അസ്ഥികൾ ചേർന്നതാണ്? ഉത്തരം, 28 അസ്ഥികൾ ചേർന്നതാണ് തലയോട്. അടുത്ത ചോദ്യം, ജൂനിയർ റെഡ് ക്രോസ് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ആദ്യം ആരംഭിച്ചത്? ആൻസർ, പഞ്ചാബിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജൂനിയർ റെഡ് ക്രോസ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം,
ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി പ്രവർത്തിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു? ആൻസർ 37 വയസ്സ്. ഗാന്ധിജി യുദ്ധരംഗത്ത് വോളണ്ടിയറായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 37 ആയിരുന്നു. അടുത്ത ചോദ്യം, ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ്. ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ്? ഉത്തരം ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറാണ് ജില്ലാ റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഇതിൻ്റെ ആൻസർ ജീൻ ഹെൻറി ഡ്യൂനന്റ് എന്നതാണ്. ജീൻ ഹെൻറി ഡ്യൂനന്റാണ് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഡൈനാമിക് രാജാവ് എന്ന് അറിയപ്പെടുന്നത്? ആൽഫ്രഡ് നോബലാണ് ഡൈനാമിക് രാജാവ് എന്ന് അറിയപ്പെടുന്നത്. 23ാമത്തെ ചോദ്യം, ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ എന്താണ്? ഇതിൻ്റെ ആൻസർ സേവനം എന്നതാണ്. ജൂനിയർ റെഡ് ക്രോസിൻ്റെ മോട്ടോ സേവനം ആണ്. അടുത്ത ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ച വർഷം ഏതാണ്? ജീൻ ഹെൻറി ഡ്യൂനന്റ് ജനിച്ചത് 1828 അടുത്ത ചോദ്യം, സോൾഫെറിനോ സുവനീർ എത്ര മാസം കൊണ്ടാണ് എഴുതി പൂർത്തിയാക്കിയത്? ആൻസർ 12 മാസം. 12 മാസം കൊണ്ടാണ് സോൾഫെറിനോ സുവനീർ എന്ന ഗ്രന്ഥം എഴുതി പൂർത്തിയാക്കിയത്. 27ാമത്തെ ചോദ്യം, ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്? ആൻസർ ജീൻ ജാക്വസ്. ജീൻ ജാക്വസ് ആണ് ജീൻ ഹെൻറി ഡ്യൂനന്റിൻ്റെ പിതാവിൻ്റെ പേര്. 28ാമത്തെ ചോദ്യം, മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര് എന്താണ്? ഇതിൻ്റെ ആൻസർ പാഞ്ചുവേർഡ് വൂണ്ട്. പാഞ്ചുവേർഡ് വൂണ്ട് എന്നാണ് മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തമുന കൊണ്ടോ ഉണ്ടാകുന്ന മുറിവിനെ പറയുന്ന പേര്. 29ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 1984 വാതക ദുരന്തം ഉണ്ടായ സ്ഥലം ഏതാണ്? ആൻസർ ഭോപ്പാൽ. ഭോപ്പാലിലാണ് 1984 വാതക ദുരന്തം ഉണ്ടായത്. 30ാമത്തെ ചോദ്യം, സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി എത്രയാണ്? ആൻസർ 25 കിലോമീറ്റർ. സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി 25 കിലോമീറ്ററാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. അതുപോലെ പരീക്ഷ കഴിഞ്ഞ് ആൻസർ കീയുടെ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടി പഠിക്കുക. ഫുൾ മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.